വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫ്യൂച്ചേഴ്സ് പെർഫോമൻസിനെ പറ്റിയിട്ടാണ്. നമ്മൾ കറൻ്റ്ലി ഫ്യൂച്ചേഴ്സ് ബൂട്ട് ക്യാമ്പ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ആൻഡ് പ്രീവിയസ് വീഡിയോയുടെ അകത്ത് നമ്മൾ നാസ്ഡാക്കിൽ യൂസ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫ്യൂച്ചേഴ്സ് പെർഫോമൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, CFD ഫേംസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് ആ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള വെബ്സൈറ്റ് പ്രോഫോമാച്ച് ആണ്. സോ പ്രോഫോമാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രോഫോം കമ്പാരിസൺ സൈറ്റ് ആണ്. ഇതിനകത്ത് ഒരുപാട് പ്രോഫോംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോഫോംസ് കമ്പയർ ചെയ്യാനും അതിൻ്റെ റൂൾസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നിങ്ങൾ ഇതുവരെ പ്രോഫോമാച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കാം. സോ വൺ ഓഫ് ദ ബെസ്റ്റ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് അതുപോലെ തന്നെ പെർഫോമൻസ് കമ്പയർ ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ വെരിഫൈഡ് ആയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പെർഫോമൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫോറക്സ് ആണെങ്കിലും അതായത് CFD ആണെങ്കിലും ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പെർഫോം മാച്ച് ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കാം, സൈൻ അപ്പ് ചെയ്യാനുള്ള ലിങ്ക്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പെർഫോം മാച്ചിൽ ആ ഒരു ഫ്യൂച്ചേഴ്സ് സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഫോറക്സും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ഫേംസ് ആണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ഫേംസിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ CFD ഫേംസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈസി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈസിയാണ്, ബട്ട് കുറച്ച് ക്യാച്ചസ് അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്യൂച്ചേഴ്സ് ഫേംസിലോട്ട് നോക്കുവാണെങ്കിൽ ഒരുപാട് ഫേംസ് ഉണ്ട്. ഇപ്പോൾ ട്രേഡിഫൈ, മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സ്, ആൽഫ ഫ്യൂച്ചേഴ്സ്, എയ്പെക്സ് ട്രേഡർ ഫണ്ടിങ്, ടോപ്പ് 1 ഫ്യൂച്ചേഴ്സ്, ഫണ്ടഡ് നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സ്, ടോപ്പ് സ്റ്റെപ്പ്, ടേക്ക് പ്രോഫിറ്റ് ട്രേഡർ, അക്വ ഫ്യൂച്ചേഴ്സ്, ബ്ലൂ ഗാർഡിയൻ ഫ്യൂച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് പ്രോഫോംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് ബിഗിനേഴ്സിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസ് ആണ്. അതായത് ആക്ടിവേഷൻ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോണത്. നോർമലി നമ്മളിപ്പോൾ CFD ഫേംസിലോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ, നമ്മളൊരു എമൗണ്ട് കൊടുക്കുന്നു, ചലഞ്ച് ബൈ ചെയ്യണം, ഫേസ് 1 പാസ് ചെയ്യണം, ഫേസ് 2 പാസ് ചെയ്യണം, ലൈവ് അക്കൗണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ മാക്സിമം നമുക്കൊരു 80% പ്രോഫിറ്റ്സ് പറ്റും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 2 സ്റ്റെപ്പ് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ലൂസിഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇപ്പോൾ കറൻ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്യൂച്ചേഴ്സ് പെർഫോമൻസ് ആയിട്ട് വരുന്ന ഒരു ഫേമാണ് ലൂസിഡ് ട്രേഡിംഗ്. പിന്നെ നമ്മളിപ്പോൾ ലൂസിഡ് ട്രേഡിങ്ങിൻ്റെ വെബ്സൈറ്റിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് റൂൾസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ തന്നെ കുറച്ചധികം ചലഞ്ചസ് വരുന്ന ഒരു 3 ടൈപ്പ് ഉണ്ട്. ലൂസിഡ് പ്രോ, ലൂസിഡ് ഫ്ലക്സ്, ആൻഡ് അതുപോലെ തന്നെ ലൂസിഡ് ഡയറക്റ്റ്. സോ ലൂസിഡ് ഡയറക്റ്റിൽ നോർമലി ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് ആയിരിക്കും, ചലഞ്ച് ഫേസ് ഇല്ലാത്തത്. ഇപ്പോൾ ലൂസിഡ് പ്രോയിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ട് ടൈപ്സ് പറഞ്ഞത് 25K ഉണ്ട്, 50K ഉണ്ട്, 100K ഉണ്ട്, 150K ഉണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ 5K 10K അങ്ങനെയുള്ള അക്കൗണ്ട് സൈസ് ഉണ്ടാവാറില്ല. നോർമലി 25K 50K 100K ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഒരു 25Kയുടെ ഇവാലുവേഷൻ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഒരു നോർമലി ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഫേംസിലും ഫീസ് വരുന്നത് മന്ത്ലി ഫീസ് ആയിരിക്കും. അതായത് വൺ ടൈം, ലൂസിൽ വൺ ടൈം പേയ്മെൻ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഫണ്ടഡ് നെക്സ്റ്റിലും വൺ ടൈം പേയ്മെൻ്റ് ആണ്, ഫണ്ടഡ് നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സിൽ. ബട്ട് എയ്പെക്സിലും ടോപ്പ് സ്റ്റെപ്പിലൊക്കെ നോക്കുവാണെങ്കിൽ മന്ത്ലി, ഇപ്പോൾ ടോപ്പ് സ്റ്റെപ്പിൽ നോക്കുവാണെങ്കിൽ മന്ത്ലി ടാർഗറ്റ് വരുന്നത്, മന്ത്ലി ഫീസ് വരുന്നത് $49 പെർ മന്ത് ആണ്. അതായത് നമ്മൾ ആ ഒരു എമൗണ്ട് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺടിൽ നമ്മൾ ആ ഒരു ചലഞ്ച് പാസ്സാകണമല്ലോ. അതായത് ഫസ്റ്റ് മന്ത് നമ്മൾ ആ ഒരു ചലഞ്ച് പാസ്സായിട്ടില്ലെങ്കിൽ എഗെയിൻ നെക്സ്റ്റ് മന്ത് എന്ത് ചെയ്യും, ആ ഒരു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് നിന്ന് ഓടിക്കും. സോ നമ്മൾ ആ ഒരു ചലഞ്ച് പാസ്സായി കഴിഞ്ഞാൽ ആ ഒരു മന്ത്ലി ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബട്ട് ലൂസിഡിൽ വൺ ടൈം പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ ഫണ്ടഡ് നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സിലും വൺ ടൈം പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ 25K അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ ഒരു $94 ആണ് വൺ ടൈം പേയ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മോസ്റ്റ്ലി എല്ലാ ഫേംസിലും ഓഫേഴ്സ് ഉണ്ടാവും. ആൻഡ് റീസെറ്റ് ഫീ $90 അക്കൗണ്ട് റീസെറ്റ് ചെയ്യണമെങ്കിൽ. ആൻഡ് ഇവിടുത്തെ പ്രോഫിറ്റ് ടാർഗറ്റ് നോക്കിക്കഴിഞ്ഞാൽ $1250 ഇവിടെ പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു ചലഞ്ച് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എടുക്കേണ്ട പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, $1250 ആണ്. ഇപ്പോൾ 25Kയുടെ അക്കൗണ്ടിൽ $1250 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ പ്രോഫിറ്റായിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടുത്തെ മാക്സ് ലോസ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ $1000. ഓക്കെ, ഇവിടെ 4% ആണ് നമുക്കിവിടെ മാക്സ് ലോസ് ലിമിറ്റ് കിട്ടണത്. ഓക്കെ, ആൻഡ് 5% ആണ് നമുക്കിവിടെ എന്ത് വരണത്, ടാർഗറ്റ് വരണത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് 5% ആണ്. ബട്ട് 50K 100K പോകുന്ന സമയത്ത് 6% ആണ് പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത്. ഇപ്പോൾ 25Kയുടെ അക്കൗണ്ട് ആയതുകൊണ്ട് ഇവിടെ ഒരു 5% ആണ് പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത്. മാക്സ് ലോസ് ലിമിറ്റ് 4% കിട്ടും. സോ സെയിം ടൈമിൽ നമ്മളിവിടെ
CFD ഫേംസിലോട്ട് നോക്കുവാണെങ്കിൽ ഡെയിലി മാക്സ് 5% ഉണ്ട്, ടോട്ടൽ ലോസ് 10% ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു സാധനമില്ല. ഇവിടെ മാക്സ് ലോസ് പറഞ്ഞത് $1,000 ആണ്. 4% ആണ് മാക്സ് ലോസ് വരെ. ഇപ്പോൾ 25K അക്കൗണ്ട് ആണെങ്കിൽ 4% $1,000. ഇപ്പോൾ 50K അക്കൗണ്ട് ആണെങ്കിൽ $2,000 4%. ഇപ്പോൾ 100K അക്കൗണ്ട് ആണെങ്കിൽ $3,000. ബട്ട് 50K ടാർഗറ്റ് നോക്കുന്ന സമയത്ത് $3,000 ഉണ്ട്, 6% ഉണ്ട്. 100K നോക്കുമ്പോൾ $6,000 ഉണ്ട്. ഓക്കെ, 6% ഉണ്ട്. പിന്നെ ഡ്രോ ഡൗൺ ടൈപ്പ് തന്നെ EOD ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അത് പറഞ്ഞത് എൻഡ് ഓഫ് ദ ഡേ ഡ്രോ ഡൗൺ ആണ്. ഓക്കെ, ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ഉണ്ട്, അതുപോലെ തന്നെ EOD ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ ഡ്രോ ഡൗണും ആൻഡ് അതുപോലെ തന്നെ ട്രെയിലിംഗ് ഡ്രോ ഡൗണും EOD ട്രെയിലിംഗ് ഡ്രോ ഡൗണും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണത് 25K $25,000 ലെഫ്റ്റിക്ക് കൊടുക്കാം. ഓക്കെ, സോ $25,000 നമ്മൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മുടെ മാക്സ് ഡ്രോ ഡൗൺ എത്രയാണ് വരുന്നത്? $1,000. അതായത് 24,000 നമ്മുടെ അക്കൗണ്ട് എത്തുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. ഓക്കെ, 24,000 നമ്മൾ എത്തുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ചലഞ്ച് നമ്മൾ ഫെയിൽ ആവും. അതായത് 25,000 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് ലോസ് വന്ന് 24,000 ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മാക്സ് ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്തു, നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. പക്ഷെ ഇവിടെ എൻഡ് ഓഫ് ദ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. ഇവിടെ എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു 25,000 നമ്മുടെ അക്കൗണ്ട് ബാലൻസ് 25,100 എത്തിയെന്ന് വിചാരിച്ചോളൂ. 25,100 നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പ്രോഫിറ്റ് $100 ഇൻക്രീസ് ചെയ്തു. ആ ഒരു സെയിം ടൈമിൽ എന്ത് ചെയ്യും? നമ്മുടെ ഡ്രോ ഡൗണും 24,100 ഇൻക്രീസ് ചെയ്യും. അതായത് ഒരു പടി മുകളിലോട്ട് വരും. നമ്മുടെ മാക്സിമം പിറകിലോട്ട് $1,000 ആണ് നമുക്ക് ലോസ് കിട്ടുക. അതായത് 25,100 എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതെന്ത് ചെയ്യും? ഡ്രോ ഡൗൺ എന്ത് ചെയ്യും? 24,100 വരും. ഇത് 25,200 എത്തിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? 24,200 എത്തിക്കഴിഞ്ഞു. അതായത് നമുക്ക് ഇവിടുന്ന് ലോസ് വന്ന് ഇപ്പോൾ 25,200 25,200 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ചെയ്യും. ഇവിടെ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ട്രെയിലിംഗ് ഉണ്ട് ആൻഡ് EOD ട്രെയിലിംഗ് ഉണ്ട്. ഓക്കെ, ട്രെയിലിംഗ് ആൻഡ് EOD ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ട്രെയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഇതും ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 3. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത് നമ്മൾ 25,000 സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇത് നമ്മുടെ മാക്സ് ഡ്രോ ഡൗൺ $24,000. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ട്രേഡ്, ഓക്കെ, നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഫസ്റ്റ് ട്രേഡാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു $200 ഇൻക്രീസ് ചെയ്തു. അതിപ്പോൾ ഒരു 25,200 എത്തിയെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ട്രേഡ് എടുത്തു. ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഡ്രോ ഡൗൺ ഇപ്പോൾ 24,200 ഇൻക്രീസ് ചെയ്യും. സെയിം ടൈമിൽ 24,200 നമ്മൾ ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യും കാര്യങ്ങളൊന്നും വേണ്ട. ആ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഡ്രോ ഡൗൺ ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോളൂ, സ്റ്റിൽ എന്ത് ചെയ്യും? ആ ഒരു ട്രേഡ് പിറകിലോട്ട് വന്ന് അതിനകത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു ട്രേഡ് പിറകിലോട്ട് വന്നിട്ട് 24,200 ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ട്രേഡിൽ നിന്ന് മീൻസ് നമ്മൾ ആ ഒരു മാക്സ് ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത് നമ്മൾ എക്സിറ്റ്. അതായത് ഒരു ട്രേഡിൽ തന്നെ ആ ഒരു പ്രോഫിറ്റ് കയറി മീൻസ് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ആ ഒരു എമൗണ്ട് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഡ്രോ ഡൗൺ ഇൻക്രീസ് ആയിട്ട് പോകും. അപ്പോൾ അതൊരു ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ഒരു പരിധി വരെ
ബിഗിനേഴ്സിന് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമില്ല. കുറച്ചധികം കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇപ്പെക്സിലോട്ടൊക്കെ വരുമ്പോൾ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. റീസെൻ്റ്ലി അവരത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ട്രെയിലിംഗ് ഡ്രോ ഡൗൺ കുറച്ച് പാടാണ്. എൻഡ് ഓഫ് ദ ഡേ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ട്രെയിലിംഗ് ആണെങ്കിൽ ഈ ഒരു ഇത് ഹിറ്റ് ചെയ്യും. ഒരു ട്രേഡിൽ നമ്മൾ പ്രോഫിറ്റ് കയറുമ്പോൾ തന്നെ അത് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ഡ്രോ ഡൗൺ അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ വരുന്ന സമയത്ത് ആ ഒരു ഡേ കഴിയുമ്പോൾ മാത്രമേ എന്താവത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 25,200 25,000 24,000 25,000 നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാക്സ് ഡ്രോ ഡൗൺ. ഓക്കെ, ഇപ്പോൾ ഇതെപ്പോഴും ഇൻക്രീസ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 25,200 എത്തിക്കഴിഞ്ഞാലും ആ ഒരു ദിവസം നമ്മുടെ ഡ്രോ ഡൗൺ ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, ആ ഒരു ദിവസം 24,000 ഹിറ്റ് ചെയ്താൽ മാത്രം 24,000 ഹിറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു ചലഞ്ച് ഫെയിൽ ആകത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇത് ഈ ഒരു ദിവസം നമ്മൾ 25,200 എത്തിയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് ഡേ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു ഡ്രോ ഡൗൺ ചേഞ്ച് ചെയ്യത്തുള്ളൂ. അതായത് ഇവിടെ ഇപ്പോൾ ഡേ 2-ലെത്തുമ്പോൾ മാത്രമേ നമ്മൾ ഡ്രോ ഡൗൺ ഇൻക്രീസ് ചെയ്തിട്ട് 24,200 പോകത്തുള്ളൂ. ഓക്കെ, 24,200 പോകത്തുള്ളൂ. നെക്സ്റ്റ് ഡേ മാത്രമേ പോകത്തുള്ളൂ, എൻഡ് ഓഫ് ദ ഡേ. ഓക്കെ, അതാണ് EOD. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചലഞ്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം EOD എൻഡ് ഓഫ് ദ ട്രെയിലിംഗ് മാക്സിമം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ട്രെയിലിംഗ് ഡ്രോ ഡൗൺ എടുക്കാണ്ട് EOD ട്രെയിലിംഗ് മാക്സിമം എടുക്കാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ ലൂസിലോട്ട് നോക്കുന്ന സമയത്ത് EOD ആണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മാക്സ് സൈസ് പറഞ്ഞത് 2 മിനീസ് അല്ലെങ്കിൽ 20 മൈക്രോസ്. അതായത് ഒരു ട്രേഡിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത് 2 മിനി കോൺട്രാക്ട്സ് ആണ്, അല്ലെങ്കിൽ 20 മൈക്രോ കോൺട്രാക്ട്സ് ആണ്. പിന്നെ അക്കൗണ്ട് ആക്ടിവേഷൻ ഫീസ് ഇല്ല. അതായത് ഇപ്പോൾ ചില ഫേംസിലോട്ട് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചലഞ്ച് പാസ്സായി കഴിഞ്ഞാലും ആ ഒരു അക്കൗണ്ട് ആക്റ്റീവ് ആണെങ്കിൽ ഒരു ആക്ടിവേഷൻ ഫീസ് കൊടുക്കണം. ഇപ്പോൾ ടോപ്പ് സ്റ്റെപ്പിലോട്ട് നോക്കുവാണെങ്കിൽ ആക്ടിവേഷൻ ഫീസ് ഉണ്ട്. ഓക്കെ, 50K ആക്ടിവേഷൻ ഫീസ് പറഞ്ഞത് $149. അതായത് ചലഞ്ച് പാസ്സായിട്ട് എഗെയിൻ $149 കൂടെ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ ആ ഒരു നെക്സ്റ്റ് നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 100K ആണെങ്കിലും ഇപ്പോൾ ടോപ്പ് സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ എല്ലാത്തിനും സെയിം പ്രൈസ് ആണ്, $149 ആണ്. ആക്ടിവേഷൻ ഫീസ് പറഞ്ഞത് എയ്പെക്സിലും ആക്ടിവേഷൻ ഫീസ് ഉണ്ട്, ബട്ട് ലൂസിഡിൽ ആക്ടിവേഷൻ ഫീസ് ഇല്ല. മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സിൽ ആക്ടിവേഷൻ ഫീസ് ഇല്ല. ഫണ്ടഡ് നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സിൽ ആക്ടിവേഷൻ ഫീസ് ഇല്ല. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എടുക്കുന്നത്. മീൻസ് ഫേംസ് ആണ് ഞാൻ എടുക്കുന്നത്, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫേംസ് എടുക്കണില്ല. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫ്യൂച്ചേഴ്സ് ഫേംസിലോട്ട് പോകുന്ന സമയത്ത് റൂൾസ് ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇവിടെ നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലൂസിഡ് പ്രോയിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ചലഞ്ച് പാസ്സാകാൻ ഇത്രയും മതി. പാസ് ഇൻ ആസ് ലിറ്റിൽ ആസ് 1 ഡേ. ലൂസിഡ് പ്രോയിൽ നമ്മുടെ ഇതില്ല, കൺസിസ്റ്റൻസി കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 1 ഡേ കൊണ്ട് തന്നെ പാസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഫണ്ടഡ് റൂൾസിലോട്ട് പോകുന്ന സമയത്ത് പേ ഔട്ട് പ്രോഫിറ്റ് ടാർഗറ്റ് $250 ആണ് മിനിമം പേ ഔട്ട് പ്രോഫിറ്റ് പറഞ്ഞത്. അവിടെ മാക്സ് ലോസ് ലിമിറ്റ് $1,000 ആണ്. ഡെയിലി ബിലോ ഇനീഷ്യൽ ട്രെയിൽ ആ ഒരു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കൺസിസ്റ്റൻസി 40% ഉണ്ട്. അതായത് 25 ഈ ഒരു ഫണ്ടഡ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് ലൂസിഡ് പ്രോയിൽ കൺസിസ്റ്റൻസി ഉണ്ട് 40%. അതായത് നമ്മൾ ഒരു ദിവസത്തെ പ്രോഫിറ്റ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 40%ൻ്റെ മുകളിൽ പോകാൻ പാടില്ല. ഇവിടെയും മാക്സ് സൈസ് പറഞ്ഞത് 2 മിനി അല്ലെങ്കിൽ 20 മൈക്രോസ്. ഡേയ്സ് ടു പേ ഔട്ട് 3 മിനിമം ട്രേഡിംഗ് ഡേയ്സ് നമ്മൾ ട്രേഡ് ചെയ്താൽ മതി, നമുക്ക് പേ ഔട്ട് എടുക്കാം. ഇപ്പോൾ സ്കെയിലിംഗ് പ്ലാൻ ഇതിൻ്റെ അകത്തില്ല. പിന്നെ ലൂസിഡ് ഫ്ലെക്സിലോട്ട് പോകുന്ന സമയത്ത്, അവൻ്റെ സെക്കൻഡ് ടൈപ്പ് അക്കൗണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീസ് പറഞ്ഞത് $91 ആണ് ഫീസ് പറഞ്ഞത്. ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ഡിഫറൻസ് ഞാൻ പറയാം. ആൻഡ് ഇവിടുത്തെ 50K അക്കൗണ്ട് വരുമ്പോൾ പ്രോഫിറ്റ് ടാർഗറ്റ് പറഞ്ഞാൽ $3,000, മാക്സ് ലോസ് ലിമിറ്റ് പറഞ്ഞാൽ $2,000 സെയിം ആണ്. പിന്നെ ഡ്രോ ഡൗൺ ടൈപ്പ് പറഞ്ഞത് EOD ആണ്. കൺസിസ്റ്റൻസി 50%. ഫ്ലെക്സിൽ 50% കൺസിസ്റ്റൻസി ഉണ്ട്. അതായത് നമ്മൾ പ്രോഫിറ്റ് ടാർഗറ്റ് $3,000 അല്ലേ, അതായത് ഒരു ദിവസത്തെ പ്രോഫിറ്റ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 50%ൻ്റെ മുകളിൽ പോകാൻ പാടില്ല. അതായത് $1,500 മുകളിൽ ഒരു ദിവസം നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഈ ഒരു ചലഞ്ച് പാസ്സായി നമ്മൾ മിനിമം 2 days എടുക്കും. അതാണ് അത് മീൻ ചെയ്യുന്നത്.
പിന്നെ മാക്സ് സൈസ് പറഞ്ഞത് 4 മിനി കോൺട്രാക്ട്സ് അല്ലെങ്കിൽ 40 മൈക്രോ കോൺട്രാക്ട്സ് ആണ് നമുക്ക് മാക്സ് അക്കൗണ്ട് സൈസ് പറഞ്ഞത്. പിന്നെ ഫണ്ടഡ് റൂൾസിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ മാക്സ് ലോസ് ലിമിറ്റ് $2,000 ആണ്. കൺസിസ്റ്റൻസി ഇല്ല. മാക്സ് സൈസ് സെയിം ആണ്. ഇവിടെ പേ ഔട്ടിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് 5 വിന്നിങ് ഡേയ്സ് വേണം. ഓക്കെ, 5 ദിവസം നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കണം. മിനിമം 150, അതായത് $150 പ്രോഫിറ്റ് കയറി കഴിഞ്ഞാലാണ് അതൊരു മിനിമം വിന്നിങ് ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ജസ്റ്റ് 5 വിന്നിങ് ഡേയ്സ് മതി മിനിമം $150 പേ ഔട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ എനിക്ക് തോന്നുന്നു ലൂസിഡ് ഫ്ലക്സിൽ 50% ആണ് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 50% ആണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റണത്. ആൻഡ് പ്ലാറ്റ്ഫോംസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഓക്കെ, നിഞ്ച ട്രേഡർ, ട്രേഡർ വെയിറ്റ്, ട്രേഡിംഗ് വ്യൂ, പിന്നെ CQG, റിതമിക്. ബെറ്റർ CQG എടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്താകുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ട്രേഡിംഗ് വ്യൂ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ട്രേഡ് വെയിറ്റൊന്നും ട്രേഡ് ചെയ്യാം, ട്രേഡിംഗ് വ്യൂ ഒന്നും ട്രേഡ് ചെയ്യാം. ഇപ്പം ഞാൻ പേഴ്സണലി ട്രേഡിംഗ് വ്യൂ ആണ് യൂസ് ചെയ്യണത്. സോ ട്രേഡ് വെയിറ്റും ഒക്കെയാണ്. പക്ഷേ ട്രേഡിംഗ് വ്യൂവിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പെയ്ഡ് പ്ലാൻ അല്ലെങ്കിൽ ചാർട്ടിലൊരു നോർമൽ എല്ലാ ചാർട്ടിലും ഒരു 5 സെക്കൻഡ്സ് കൂടുമ്പോഴാണ് അപ്ഡേറ്റ് ആണത്. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ആൻഡ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആൻഡ് ഈ ഒരു രീതിയിലാണ് ലൂസിഡ് ഫ്ലെക്സിബാൽ വർക്ക് ചെയ്യണത്. ആൻഡ് ഇതിൻ്റെ നമുക്ക് നീഡ് ഹെൽപ്പ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അബൌട്ട് അസിൽ പൊക്ക് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. FAQ ആണോ, പേ ഔട്ടിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ലൂസിഡ് ഫ്ലക്സ്, ലൂസിഡ് പ്രോ. ലൂസിഡ് ഫ്ലക്സിലോട്ട് നമുക്ക് നോക്കാം. ലൂസിഡ് ഫ്ലക്സ് പേ ഔട്ട്സ്. ഓക്കെ, അപ്പോൾ ജനറൽ റിക്വയർമെൻറ്റ്സ് പറഞ്ഞത് ടു ബി എലിജിബിൾ ഫോർ എ പേ ഔട്ട് ഫ്രം ലൂസിഡ് ഫ്ലക്സ് അക്കൗണ്ട് യു മസ്റ്റ് നോട്ട് വയലേറ്റ് എനി ട്രേഡിംഗ് റൂൾസ്. ട്രേഡിംഗ് റൂൾസ് മെയിനായിട്ട് പറഞ്ഞത് ആ ഒരു ലോസ് ലിമിറ്റ് കാര്യങ്ങളാണ്. പിന്നെ പേ ഔട്ട് റിക്വസ്റ്റ് ആർ ഫൈനൽ ഓൺ സബ്മിറ്റഡ്, ദേ കനോട്ട് ബി എഡിറ്റഡ് ഓർ ക്യാൻസൽഡ്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് സ്ട്രക്ചർ പറഞ്ഞത് ഓൾ ലൂസിഡ് ഫ്ലക്സ് ഫണ്ടഡ് അക്കൗണ്ട്സ് പേ ഔട്ട്സ് ആർ സ്പ്ലിറ്റ് 90% ടു ദ ട്രേഡർ ആൻഡ് 10% ടു ദ ലൂസിഡ് ട്രേഡിംഗ്. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് പറഞ്ഞത് ദർ ആർ 2 റിക്വയർമെൻറ്റ് മസ്റ്റ് ബി മെറ്റ് ഇൻ ലൂസിഡ് ഫ്ലക്സ് ടു ക്വാളിഫൈ ഫോർ എ പേ ഔട്ട്. ട്രേഡിംഗ് ഡേയ്സ് വിത്ത് പ്രോഫിറ്റ്, അതായത് ഇപ്പോൾ 25K അക്കൗണ്ട് ആണെങ്കിൽ മിനിമം 5 ഡേയ്സ്, ഇപ്പോൾ എല്ലാത്തിലും മിനിമം 5 വിന്നിങ് ഡേയ്സ് വേണം. ട്രേഡേഴ്സ് മസ്റ്റ് ഏൺ അറ്റ്ലീസ്റ്റ് ദ മിനിമം റിക്വേർഡ് പ്രോഫിറ്റ് ഓൺ 5 സെപ്പറേറ്റ് ഡേയ്സ് ഡ്യൂറിംഗ് ദ പേ ഔട്ട് സൈക്കിൾ. ദ മിനിമം പ്രോഫിറ്റ് ഓൺ ട്രേഡിംഗ് ഡേയ്സ് റീസെറ്റ് ആൻഡ് മസ്റ്റ് ബി ഏൺഡ് അഗെയിൻ ആഫ്റ്റർ എവറി അപ്രൂവ്ഡ് പേ ഔട്ട്. അതായത് 25K അക്കൗണ്ട് ആണെങ്കിൽ മിനിമം പ്രോഫിറ്റബിൾ ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് $100 വേണം. 50K അക്കൗണ്ട് ആണെങ്കിൽ $150, 100K ആണെങ്കിൽ $200, 150K ആണെങ്കിൽ $250. അതായത് ഒരു ദിവസം ഇപ്പോൾ 25K അക്കൗണ്ടിൽ $100 ജനറേറ്റ് ചെയ്തതായിരിക്കും. അതൊരു 1 മിനിമം പ്രോഫിറ്റബിൾ ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ 5 മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് വേണം. So net profit in a payout cycle. Traders must have net profit, even just one, during each payout cycle in order to request a payout. This objective is simply ensure traders have made at least some amount of money between requests. As long as you met the trading days with profit requirements, have positive net profits, payout cycle, you are eligible for a payout minimum and maximum. So minimum payout request is $500. Maximum payout request, traders may request 50% of their account balance. ഇതിൻ്റെ അതാണ് നേരത്തെ പറഞ്ഞ 50% അക്കൗണ്ട് ബാലൻസിൻ്റെ 50% റിക്വസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ 90% ആണ് നമുക്ക് പേ ഔട്ട് ആയിട്ട് കിട്ടാം. So number of requests per account വരുന്നത് traders may take up to 6 payouts from each lucid accounts, after which they will be moved live. Okay, ഇപ്പോൾ 25K അക്കൗണ്ട് ആണെങ്കിൽ പേ ഔട്ട് മാക്സിമം പറഞ്ഞത് 50% ഓഫ് ദ പ്രോഫിറ്റ് അപ് ടു $1,000. 50K ആണെങ്കിൽ അപ് ടു $2,000, 100K ആണെങ്കിൽ അപ് ടു $2,500, 150K ആണെങ്കിൽ അപ് ടു $3,000. സോ ഇതിനകത്ത് ബഫർ ഇല്ല. ദർ ഈസ് നോ ബഫർ ബാലൻസ് ദാറ്റ് മസ്റ്റ് ബി മെയിൻറ്റെയിൻ. അതായത് ബഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോ ഡൗൺ ഉണ്ടല്ലോ, അതായത് മോസ്റ്റ്ലി ചില ഫേംസിൽ ബഫർ ഉണ്ട്, ചില ഫേംസിൽ അധികം ഫേംസിലും ബഫർ ഉണ്ട്. അതായത് നമ്മുടെ ഡ്രോ ഡൗൺ എത്രയാണോ ആ ഒരു ഡ്രോ ഡൗൺ നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ട് ആ ഡ്രോ ഡൗണിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റ് മാത്രം വിഡ്രോ ചെയ്യാൻ പറ്റണ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതാണ് ബഫർ പറഞ്ഞത്. ഇപ്പോൾ ലൂസിഡിൽ ബഫർ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് മോസ്റ്റ്ലി ഫേംസ് വർക്ക് ചെയ്യണത്. നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. എൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഒരു ഫ്യൂച്ചേഴ്സ് പ്രോഫോം പർച്ചേസ് ചെയ്തിട്ട്
അത് ട്രേഡിംഗ് വ്യൂയോട്ട് കണക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു പ്രൊഫോം മാച്ചിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് പ്രൊഫോംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ 2 സെക്ഷൻ ഉണ്ട്, ഫോറക്സ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്താൽ ഫ്യൂച്ചേഴ്സ് പ്രൊഫോംസ് കാണാം, ഫോറക്സ് സെലക്ട് ചെയ്താൽ ഫോറക്സ് പ്രൊഫോംസ് കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വെബ്സൈറ്റിൽ കയറുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഈസി ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പ്രൊഫോം പർച്ചേസ് ചെയ്തിട്ട് ഞാനത് ട്രേഡിംഗുമായിട്ട് കണക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.